ഇത് നമ്മളെ ഫ്രണ്ടിന്റെ കല്യാണം കേട്ടോ. ഈ ഷോട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രൈഡാണ് നമ്മളെ ഫ്രണ്ട് എന്ന്. ബ്രൈഡ് അല്ല, ഗ്രൂം ആണ് നമ്മളെ ഫ്രണ്ട്. സത്യം പറഞ്ഞാൽ ബോത്ത് സൈഡ് വർക്കും നമുക്ക് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്ന് ഞാൻ എന്ത് ചെയ്തു, ബ്രൈഡിന്റെ വീട്ടിൽ പോയിട്ട് ബ്രൈഡിന്റെ കുറച്ച് സിംഗിളും കാര്യങ്ങളൊക്കെ അടിച്ച് തുടങ്ങിട്ടോ. അങ്ങനെ സിംഗിളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ കണ്ട് പോയി. അങ്ങനെ വീട്ടിലെത്തി യൂണിറ്റും സെറ്റ് ചെയ്ത് ഫാമിലിയും കാര്യങ്ങളൊക്കെ എടുക്കൽ തുടങ്ങി. അങ്ങനെ പരിപാടിയാണ് കഴിഞ്ഞു. പിറ്റേ ദിവസം മണവാളിനെ കൂട്ടി ബ്യൂട്ടി പാർലറിൽ പോകേണ്ട പണിയും എനിക്ക് തന്നെ ആയിരുന്നു കേട്ടോ. ബ്യൂട്ടി പാർലറിൽ നേരെ വിട്ടതോ പെണ്ണിന്റെ കൂടെ കപ്പിൾ അടിക്കാൻ വേണ്ടിയിട്ട് നേരെ ലൊക്കേഷൻ കിട്ടും. പെണ്ണിന്റെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷിതിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത്യാവശ്യം സിംഗിളും കപ്പിളും കാര്യങ്ങളൊക്കെ അടിച്ചതിന്റെ ശേഷം നേരെ ചെക്കന്റെ ഓടിച്ചോർത്തേക്ക് ഞങ്ങളും പെണ്ണിന്റെ ഓടിച്ചോർത്തേക്ക് ആണ്ടും പോയിട്ടാ. അപ്പൊ എന്തായാലും ഇവിടുന്ന് എടുത്ത കുറച്ച് കപ്പിൾ ഫോട്ടോസ് കാണിച്ചു തരട്ടാ. കണ്ണുകളിൽ തളിരിട്ടതെന്നൊരു പൊന്നും പുലർക്കാലം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ബ്രൈഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഷൂ ആട്ടത്. പിന്നെ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി അവിടുന്ന് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ എടുക്കൽ തുടങ്ങി. പിന്നെ ഉച്ച നേരെ ആയപ്പോ ചെക്കന്റെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നേരെ പുതിയാപ്പിളാണ്ട് ഇറങ്ങിട്ടാ. പിന്നെ പെണ്ണിന്റെ വീട്ടിലെത്തിയപ്പോ നേരെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ പിന്നെ ബ്രൈഡിനെ വെയിറ്റ് ചെയ്ത് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ടോ. അങ്ങനെ ബ്രൈഡ് എൻട്രി ചെയ്യിപ്പിക്കണ നേരത്താണ് പെട്ടെന്ന് ഒരാളെ കണ്ടു കിട്ടാ. ആള് കിടക്കാച്ചായിട്ട് വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാനും അവനും കൂടി കൊണ്ട് തകർത്ത്. പിന്നെ കൂടെ നമ്മളെ കുക്കു. അങ്ങനെ ബ്രൈഡിനെ കയ്യും പിടിച്ച് സ്റ്റേജിൽ കയറ്റി. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ തകർത്തു. പിന്നെ അവിടെ നേരെ പെണ്ണിനെ ചെക്കനായിട്ട് ഇറക്കി. ചെക്കൻ്റെ ഓടിച്ചോർത്തിലെത്തിയപ്പോഴോ പിന്നെ അടുത്ത എൻട്രി വീണ്ടും പെണ്ണിനെ ചെക്കൻ കൈ പിടിച്ച് കയറ്റിയ. അതിന്റെ പൊട്ടും കുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫാമിലി ഫോട്ടോ എടുത്ത് ഞങ്ങൾ നേരെ പാക്കപ്പ് ആക്കി.